ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 19-ാം അധ്യായം. മൈത്രേയ ഉവാച. അദാദീക്ഷിതരാജാ തു ഹയമേധശതേന സഹ ബ്രഹ്മാവർത്തേ മനോക്ഷേത്രേ എത്ര പ്രാചീ സരസ്വതി. ഈ 19-ാം അധ്യായത്തിൽ കാമസമ്പൂർത്തിക്ക് കാരണമായിരിക്കുന്ന ആത്മവിശുദ്ധിയെ ജനിപ്പിക്കുന്നതിന് മതിയായ അശ്വമേധാനുഷ്ഠാനത്തിൽ പൃഥുരാജാവ് ഏർപ്പെട്ടതിനെ പറയുന്നു. ഏതുവിധ പാപങ്ങളും ക്ഷയിച്ച് പരിശുദ്ധനാവാൻ അശ്വമേധം എന്ന യാഗത്തേക്കാൾ ഒരു പ്രായശ്ചിത്തവുമില്ലെന്നാണ് വേദവിധി. അതുകൊണ്ട് രാജാവായ പൃഥുവും സ്വകാമപരിപൂർത്തിയെ ഉദ്ദേശിച്ചിട്ട് 100 അശ്വമേധം കഴിക്കുവാൻ സങ്കൽപ്പിച്ചു. സ്ഥലമാഹാത്മ്യം നിമിത്തം കർമ്മങ്ങൾക്കുള്ള സൽബലം വേഗത്തിൽ സിദ്ധിക്കുമെന്നുള്ള വിധിയെ അനുസരിച്ച് യാഗം കഴിക്കുന്നതിന് ബ്രഹ്മാവർത്ത ദേശത്തിൽ സരസ്വതീ നദി കിഴക്കോട്ടൊഴുകുന്ന സ്ഥലത്തിൽ മനു യാഗാദി കർമ്മങ്ങളെ നടത്തിയ പുണ്യസ്ഥലത്തിൽ ചെന്ന് യാഗത്തിനു വേണ്ടുന്ന ഒരുക്കങ്ങളോടുകൂടെ ദീക്ഷിച്ചിരുന്നു. തദഭിപ്രേത്യ ഭഗവാൻ കർമാതിശയമാത്മനഃ ശതക്രതുർനമമൃഷേ പൃഥോര്യജ്ഞമഹോത്സവം. ആത്മാവായ ശ്രീഹരിയുടെ അവതാരമായിരിക്കുന്ന പൃഥുചക്രവർത്തി അതിശയമായ യാഗകർമ്മം ആരംഭിച്ചിരിക്കുന്നതിനെ ഭഗവാൻ ഇന്ദ്രൻ അറിഞ്ഞിട്ട് യത്നമഹോത്സവത്തെ സഹിച്ചില്ല. 100 അശ്വമേധം പൂർത്തിയായാൽ സ്വസ്ഥാനത്തെ ആക്രമിക്കുമെന്നുള്ള ശങ്ക ദേവേന്ദ്രനുണ്ടായി. ദേവേന്ദ്രൻ്റെ സ്ഥാനം ഒരുവന് കിട്ടിയാലും ഭയത്തിൽ നിന്ന് മുക്തനാകയില്ലെന്ന് സൂചിപ്പിച്ചതിൻ്റെ സാരം ബലകാംക്ഷയോടുകൂടെ കർമ്മം ചെയ്യുന്നതുകൊണ്ട് നിർഭയസ്ഥാനം ലഭിക്കയില്ലെന്ന് ഭക്തന്മാരെ ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാകുന്നു. എത്ര യത്നപതി സാക്ഷാത് ഭഗവാൻ ഹരിരീശ്വരഃ അന്വഭൂയത സർവാത്മാ സർവലോകഗുരുപ്രഭുഃ. ആ യാഗത്തിൽ ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ചു സംഹരിക്കുന്ന ഈശ്വരനും ഭക്തന്മാരുടെ സർവക്ലേശങ്ങളെയും സംഹരിക്കുന്നവനും ഐശ്വര്യാദികളായ 6 ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്നവനും എല്ലാ ഭൂതങ്ങളിലും ആത്മരൂപേണ അന്തര്യാമിയായിരിക്കുന്നവനും ബ്രഹ്മാവാദി ദേവന്മാരാൽ കൂടെ പൂജ്യനായിരിക്കുന്ന മഹാപ്രഭുവുമായ ശ്രീ വിഷ്ണു പ്രത്യക്ഷനായിട്ട് യാഗഭാഗത്തെ സ്വീകരിച്ചു. അന്വിതോ ബ്രഹ്മശർവാഭ്യാം ലോകപാലൈ സഹാനുഗൈഃ ഉപഗീയമാനോ ഗന്ധർവൈ മുനിഭിശ്ചാപ്സരോഗണൈഃ. പൃഥുവിൻ്റെ യാഗത്തിൽ ഭാഗത്തെ സ്വീകരിപ്പാൻ പ്രത്യക്ഷനായിരുന്ന ഭഗവാന്റെ കൂടെ ബ്രഹ്മാവ്, ശ്രീ ശിവൻ, ഇന്ദ്രാദികളായ ലോകപാലകന്മാർ, അവരുടെ കൂടെയുള്ളവർ മുതലായവരുണ്ടായിരുന്നു. ഗന്ധർവന്മാർ, മുനിമാർ, അപ്സരസുകളുടെ സംഘങ്ങൾ എന്നിവർ ഭഗവാന്റെ ഭക്തവാത്സല്യാദി കല്യാണ ഗുണങ്ങളെക്കുറിച്ച് സ്തുതിച്ചുകൊണ്ട് മുമ്പിൽ സഞ്ചരിച്ചിരുന്നു. സിദ്ധാ വിദ്യാധരാ ദൈത്യാ ദാനവാ ഗുഹ്യഗാദയഃ സുനന്ദനന്ദപ്രമുഖാഃ പാർഷദപ്രവരാ ഹരേഃ. സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ദൈത്യന്മാർ, ദാനവന്മാർ, ഗുഹ്യകന്മാർ മുതലായവരും ശ്രീഹരിയുടെ പാർഷദ മുഖ്യന്മാരായ സുനന്ദൻ, നന്ദൻ മുതലായവരും ഒരുമിച്ചുണ്ടായിരുന്നു. കപിലോ നാരദോ ദത്തോ യോഗേശാസനഗാദയഃ തമന്യീയുർഭാഗവതാ യേ ച തൽസേവനോത്സുകാഃ. കപിലൻ, നാരദൻ, ദത്തൻ, സനകാദികൾ മുതലായ യോഗേശ്വരന്മാരും ഭഗവാനെ സേവിക്കുന്നതിൽ തൽപരന്മാരായ ഭക്തന്മാരും ഭഗവാന്റെ പിന്നാലെയുണ്ടായിരുന്നു. എത്ര ധർമ്മദുഃഖാ ഭൂമിഃ സർവകാമദുഃഖാ സതി ദോഗ്ധിസ്മാഭീപ്സിതാനർത്ഥാൻ യജമാനസ്യ ഭാരത. പൃഥുവിൻ്റെ ആ യാഗത്തിൽ ഭൂമിദേവി യാഗത്തിന് ആവശ്യമുള്ള സകല പദാർത്ഥങ്ങളെയും യജമാനനായ പൃഥുവിൻ്റെ അഭീഷ്ടം പോലെ പൂർണ്ണമായി നൽകുന്നതിന് ദേവതാരൂപേണ സന്നിഹിതയായിരുന്നു. പ്രജകളുടെ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിച്ചവൾ രാജാവിൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പാൻ സന്തുഷ്ടയായിരുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ. ഊഹു സർവരസാന്നദ്യഃ ക്ഷീരദദ്യന്നഗോരസാൻ തരവോ ഭൂരിവർഷ്മാണഃ പ്രാസൂയന്തമധുച്യുതഃ. നദികൾ, പാൽ, തൈർ, അന്നശുദ്ധിക്കാവശ്യമായ ഗോരസം മുതലായ സർവ്വരസങ്ങളെ ആവശ്യം പോലെ ഒഴുക്കിൽ കൂടെ കൊണ്ടുവന്നു കൊടുത്തു. ഏറ്റവും വിസ്താരത്തിൽ വ്യാപിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ അമൃത സദൃശ്യമായിരിക്കുന്ന രസം നിറഞ്ഞ ഫലങ്ങളെ ജനിപ്പിച്ചു.
സിന്ധവോ രത്നനികരാൻ ഗിരയോന്നം ചതുർവിധം ഉപായനമുപാജഹ്രുഹു സർവലോകാസപാലകാഹ. സമുദ്രങ്ങൾ രത്നസമൂഹങ്ങളെ പ്രകാശിപ്പിച്ചു. പർവ്വതങ്ങൾ ഭക്ഷ്യം, ഭോജ്യം, ഉഷ്യം, ലേഹ്യം എന്ന 4 വിധം അന്നത്തെ ജനിപ്പിച്ചു. ഇന്ദ്രാദി ലോകപാലന്മാരും ലോകത്തിലുള്ള സകല സാമന്തന്മാരും അവരവരുടെ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന ധനവിശേഷങ്ങളെ കാഴ്ചദ്രവ്യങ്ങളായിട്ട് സമർപ്പിച്ചു. ഇതിച്ഛാദോഷജേഷസ്യ പൃഥോസ്തു പരമോദയം അസൂയൻ ഭഗവാനിന്ദ്രഃ പ്രതിഘാതമജീകരത്. സാക്ഷാൽ ശ്രീഹരിയെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന പൃഥുവിൻ്റെ ഇപ്രകാരമുള്ള പരമാഭിവൃദ്ധിയെ ഭഗവാന്റെ അംശമായിരുന്നാലും ഇന്ദ്രൻ സഹിക്കാതെയായിട്ട് വിഘ്നം ചെയ്യുവാനൊരുങ്ങി. ഇന്ദ്രനും അസൂയയും എന്ന മനോവൃത്തിയുണ്ടെന്ന് മനസ്സിലാക്കണം. ചരമേണാശ്വമേധേന യജമാനേ യജുഷ്പദീം വൈന്യേ യത്നപശും സ്പർദ്ധൻ നഭോവാഹത്തിരോഹിതഃ. 100-ാമത്തെ അശ്വമേധത്താൽ ശ്രീഹരിയെ പൃഥുചക്രവർത്തി പൂജിപ്പാൻ ഒരുങ്ങിയപ്പോൾ അതിൽ മത്സരത്തോടുകൂടിയ ഇന്ദ്രൻ അന്തർധാനവിദ്യയെ അംഗീകരിച്ചിട്ട് മറ്റാർക്കും കാണാൻ കഴിയാത്ത വിധത്തിൽ യാഗത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന അശ്വത്തെ അപഹരിച്ചു. തമത്രിർഭഗവാനേക്ഷത്തൊരമാണം വിഹായസ ആമുക്തമിവ പാകണ്ഡം യോ ധർമ്മേ ധർമ്മവിഭ്രമഃ. വേദവിരുദ്ധമായ കർമ്മത്തെ ധർമ്മമെന്ന് കരുതിയിരിക്കുന്ന പാകണ്ഡൻ്റെ വേഷത്തെ കവചമെന്ന പോലെ ധരിച്ചിട്ട് യത്നീയ അശ്വത്തെ അപഹരിച്ച ആകാശത്തിൽ കൂടെ അതിശീഘ്രത്തിൽ സഞ്ചരിക്കുന്ന ദേവേന്ദ്രനെ സൂക്ഷ്മദർശനത്തിൽ ശക്തനായ അത്രി മഹർഷി കണ്ടു. അത്രിണ ചോദിതോ ഹന്തും പൃഥുപുത്രോ മഹാരഥഃ അന്വതാവത സംക്രുദ്ധസ്തിഷ്ഠതിഷ്ഠേതി ചാബ്രവീത്. ഉടനെ അത്രി മഹർഷി പൃഥുവിൻ്റെ പുത്രനോട് ഇന്ദ്രനെ ഹനിക്കുവാനായി പിന്തുടരുവാൻ ആജ്ഞാപിച്ചു. 1000 രഥികളോടെ ഏകനായിട്ട് യുദ്ധം ചെയ്യുവാൻ സാധിക്കുന്ന വീരനായ ആ പൃഥുപുത്രൻ ഇന്ദ്രൻ്റെ പിന്നാലെ പാഞ്ഞു. നിൽക്കുക നിൽക്കുക എന്നിങ്ങനെ യുദ്ധത്തിനായി വിളിക്കുകയും ചെയ്തു. തം താദൃശാകൃതിം വീക്ഷ്യ മേനേ ധർമ്മശരീരിണം ജഡിലം ഭസ്മനാച്ഛന്നം തസ്മൈ ബാണം നമുഞ്ജതി. ശിരസിൽ ജടാഭാരത്തെയും ശരീരം മുഴുവനും ഭസ്മത്തെയും ധരിച്ചിരിക്കുന്ന ആകൃതിയോടുകൂടിയ ഇന്ദ്രനെ കണ്ടിട്ട് ധർമ്മം തന്നെ മൂർത്തിയെ ധരിച്ചിരിക്കുകയാണെന്ന് പൃഥുപുത്രൻ വിചാരിച്ചതിനാൽ അവൻ്റെ നേർക്ക് ബാണം പ്രയോഗിച്ചില്ല. വദാനിവൃത്തം തംഭൂയോ ഹന്തവേത്രിരചോദയത് ജഹിയത്നഹനം താതാ മഹേന്ദ്രം വിഭുതാദമം. ധർമാത്മാവാണെന്നുള്ള വിചാരത്താൽ ബാണം പ്രയോഗിക്കാതെ മടങ്ങിയ പൃഥുപുത്രനോട് അത്രി, ഹേ വത്സ, അതു ദേവേന്ദ്രനാണ്, എങ്കിലും യാഗവിഘ്നം വരുത്തുന്നതിനാൽ ദേവാദമനായി ഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവനെ ഹനിക്കുക എന്ന് പിന്നെയും ഉപദേശിച്ചു. ഏവം വൈന്യസുത പ്രോക്തസ്തൊരമാണം വിഹായസ അന്വദ്രവദഭിക്രുദ്ധോ രാവണം ഹൃദ്രരാടിവ. അത്രി മഹർഷി പിന്നെയും ഇപ്രകാരം പറഞ്ഞതിനെ കേട്ടിട്ട് അത്യന്തം ക്രുദ്ധനായ പൃഥുപുത്രൻ ജടായുവെന്ന പക്ഷിശ്രേഷ്ഠൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണൻ്റെ നേരെ എന്ന പോലെ യത്നപശുവിനെ അപഹരിച്ച ആകാശത്തിൽ കൂടെ ഓടുന്ന ദേവേന്ദ്രൻ്റെ പിന്നാലെ ഓടി. സ്വസ്വരൂപം ച തദ്ദിത്വാ തസ്മാ അന്തർഹിതസ്വരാട് വീരസ്വപശുമാതായ പിതുർ യത്നമുപേയിവാൻ. ഇഷ്ടം പോലെ പ്രവർത്തിപ്പാൻ സമർത്ഥനായ ദേവേന്ദ്രൻ കുതിരയെ പൃഥുപുത്രന് വിട്ടുകൊടുത്തു. ആ പാകണ്ഡ രൂപത്തെ ഉപേക്ഷിച്ചു ഉടനെ കാണാതാവുകയും ചെയ്തു. വീരനായ രാജപുത്രൻ യത്നീയാശ്വത്തോടുകൂടെ പിതാവിൻ്റെ യാഗശാലയിൽ എത്തിച്ചേർന്നു. തത്തസ്യ ചാദ്ഭുതം കർമ്മ വിചക്ഷ്യ പരമർഷയഃ നാമധേയം ദദുസ്തസ്മൈ വിജിതാശ്വ ഇതി പ്രഭോ. ഹേ സമർത്ഥനായ വിതുര, ഇന്ദ്രനെ ജയിച്ച് യത്നാശ്വത്തെ കൊണ്ടുവന്നതായ അത്ഭുത പരാക്രമത്തെ കണ്ടറിഞ്ഞ് സന്തോഷിച്ച ഋഷികൾ വിജിതാശ്വൻ എന്ന് അവന് പേർ നൽകി. ഉപസൃജ്യ തമസ്തീവ്രം ജഹാരാശ്വം പുനർഹരിഹി ചഷാലയൂപതച്ഛന്നോ ഹിരണ്യരശനം വിഭുഹു. പിന്നെയും സമർത്ഥനായ ഇന്ദ്രൻ ഘനമായ അന്ധകാരത്തെ വ്യാപിപ്പിച്ചിട്ട് മറ്റാർക്കും കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ വന്ന് സ്വർണ്ണച്ചങ്ങലിയിൽ ചഷാല രൂപത്തിൽ കെട്ടിയിരിക്കുന്ന കുതിരയെ അപഹരിച്ചു. യാഗത്തിന് നിശ്ചയിച്ച പശുവിനെ കെട്ടുവാനുള്ള കുറ്റിക്ക് യൂപം എന്നാണ് പേർ. യാഗ പശുവാണെന്ന് അറിയിക്കുവാനുള്ള അടയാളമായിട്ട്
കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കൊള്ളി ആ യൂപത്തിൻ്റെ താഴത്ത് വെച്ചിരിക്കും. അതിന് ചഷാലം എന്നാണ് പേർ. അത്രിസന്ദർശയാമാസ ത്വരമാണം വിഹായസ കപാലകഡ്വാംഗധരം വീരോ നൈനമബാധത. അശ്വത്തെ അപഹരിച്ച് ആകാശത്തിൽ കൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഇന്ദ്രനെ അത്രി മഹർഷി പൃഥ്വിപുത്രന് കാട്ടിക്കൊടുത്തു. കപാലം, ഗഡ്വാംഗം എന്നിവയെ ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ധർമാത്മാവാം എന്ന വിചാരത്താൽ വിജിതാശ്വൻ അവനെ വധിച്ചില്ല. അത്രിണ ചോദിതസ്തസ്മൈ സന്തതേ വിശിഖം രുഷാ സ്വോശ്വം രൂപം ച തദ്വിത്വാ തസ്താവന്തർഹിതസ്വരാട്. പിന്നെയും അത്രി വിജിതാശ്വനോട്, ഇവൻ നിന്റെ പിതാവിൻ്റെ യത്നാശ്വം അപഹരിച്ച ഇന്ദ്രനാണെന്നും അസ്ത്രം ഉപയോഗിക്കുക എന്നും പ്രേരിപ്പിച്ചപ്പോൾ ബാണം ധനുസ്സിൽ യോജിപ്പിച്ചു. ഉടനെ ഇന്ദ്രൻ ആ വേഷത്തെയും അശ്വത്തെയും അവനായി കൊണ്ട് ഉപേക്ഷിച്ച് മറഞ്ഞു നിന്നു. വീരശ്ചാശ്വമുപാദായ പിതൃയത്നമതാവ്രജത് തദവദ്യം ഹരേ രൂപം ജഗൃഹുർജ്ഞാനദുർബലാഹ. വീരനായ വിജിതാശ്വൻ കുതിരയോടുകൂടെ പിതാവിൻ്റെ യത്നശാലയിൽ വന്നു ചേർന്നു. ഇന്ദ്രൻ സ്വീകരിച്ചുപേക്ഷിച്ച നികൃഷ്ടമായ പാകണ്ഡത്തെ ജ്ഞാനം സമ്പാദിപ്പാൻ അശക്തന്മാരായ ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു. യാനി രൂപാണി ജഗൃഹേ ഇന്ദ്രോ ഹയജിഹീർഷയ താനി പാപസ്യ ഗണ്ഡാനി ലിംഗം ഗണ്ഡമിഹോച്യതേ. ഗണ്ഡം എന്ന ശബ്ദത്തിന് അടയാളമെന്നാണ് ഇവിടെ അർത്ഥം. യത്നാശ്വത്തെ അപഹരിപ്പാനുള്ള ആഗ്രഹത്താൽ ഇന്ദ്രൻ ഏതേതു രൂപങ്ങളെ എടുത്തുവോ ആ രൂപങ്ങളെ പാകണ്ഡങ്ങളെന്നു പറയുന്നു. പാപത്തിൻ്റെ ഗണ്ഡം, പാപത്തിൻ്റെ ലക്ഷണം എന്നുള്ള അർത്ഥത്തിൽ പാകണ്ഡം എന്ന വാക്ക് ശാസ്ത്രത്തിൽ കാണപ്പെടും. ഏവമിന്ദ്രേ ഹരത്യശ്വം വൈന്യയത്നജിഗാംസയാ തദ്ഗൃഹീത വിസൃഷ്ടേഷു പാകണ്ഡേഷു മതിർനൃണാം ധർമ്മയിത്യുപധർമ്മേഷു നഗ്നരക്തപടാദിഷു പ്രായേണ സജ്ജതേ ഭ്രാന്ത്യ പേശലേഷു ജവാഗ്നിഷു. ഇപ്രകാരം പൃഥുവിൻ്റെ യത്നം മുടക്കുവാനുള്ള ആഗ്രഹത്താൽ ഇന്ദ്രൻ പല രൂപങ്ങളെയും സ്വീകരിച്ചിട്ട് യത്നീയാശ്വത്തെ അപഹരിക്കുകയും പൃഥുപുത്രൻ അശ്വത്തെ വീണ്ടെടുക്കുകയും ചെയ്തു തുടങ്ങിയപ്പോൾ ഇന്ദ്രൻ സ്വീകരിച്ചുപേക്ഷിച്ച രൂപങ്ങൾ ലോകത്തിൽ നിറഞ്ഞു തുടങ്ങി. അവരിൽ ചിലർ നഗ്നന്മാരായിട്ട് നടക്കും. ഇവരെ ജൈനർ എന്ന് പറഞ്ഞു വരുന്നു. വേറെ ചിലർ കാവ്യവസ്ത്രം ധരിച്ച് നടക്കും. ഇവരെ ബൗദ്ധന്മാരെന്ന് പറയുന്നു. വേറെ ചിലർ മനുഷ്യ കപാലം കയ്യിൽ ധരിച്ച് ഭിക്ഷയെടുത്ത് നടക്കും. ഇവരെ കാപാലികന്മാരെന്ന് പറയുന്നു. ഇവരെല്ലാവരും വാസ്തവത്തിൽ ജ്ഞാനഹീനന്മാരായ പാകണ്ഡന്മാരാകുന്നു. ധർമ്മിഷ്ഠന്മാരെ പോലെ വേഷം ധരിച്ച് നടക്കുന്ന ഇവരെ കണ്ടിട്ട് പരമാർത്ഥം ധരിപ്പാൻ അശക്തന്മാരായ ജനങ്ങൾ ഇവരെ ധർമ്മിഷ്ഠന്മാരാണെന്ന് ധരിപ്പാൻ തുടങ്ങി. ഇവരുടെ അന്തരംഗം അറിയുവാൻ വളരെ പ്രയാസമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകോപകാരികളും പ്രപഞ്ച വിരക്തന്മാരുമാണെന്ന് തോന്നിപ്പിക്കുവാൻ തക്കവിധം സംസാരിപ്പാൻ വാക്സാമർഥ്യമുള്ളവരും പ്രഥമ ദർശനത്തിൽ ഇവർ സജ്ജനങ്ങൾ തന്നെ എന്നുള്ള ബോധം ജനിപ്പിക്കുവാൻ തക്കവിധം മാർദ്ദവുമായിട്ട് വ്യാപരിക്കുന്നവരുമായിരുന്നു. തദഭിജ്ഞായ ഭഗവാൻ പൃഥു പരാക്രമഃ ഇന്ദ്രായ കുപിതോ ബാണം ആദത്തോദ്യതകാർമുകഃ. ഇപ്രകാരം പാകണ്ഡന്മാരെ ലോകത്തിൽ വർദ്ധിപ്പിക്കുന്നതായ നിന്ദിത പ്രവൃത്തിയെ അറിഞ്ഞിട്ട് മഹാപരാക്രമശാലിയും ഭഗവാന്റെ അംശാവതാരവുമായ പൃഥുചക്രവർത്തി കോപിച്ചു. വില്ലിനെ ഉയർത്തിപ്പിടിച്ചു. ഇന്ദ്രനെ ഹനിപ്പാൻ ബാണം തൊടുത്തു. തമൃത്യുജശക്രവതാഭിസന്ധിതം വിജക്ഷ്യ ദുഷ്പ്രേക്ഷ്യമസഹ്യരംഹസം നിവാരയാമാസുരഹോ മഹാമതേ നയുജ്യതേത്രാന്യവദപ്രചോദിതാത്. കോപത്തെ സൂചിപ്പിക്കുന്ന വിധം കടക്കണ്ണു തുടുത്ത് കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്ന പൃഥുവിനെ മറ്റൊരുവന് നേരിട്ട് നോക്കുവാൻ കൂടി സാധിക്കുകയില്ല. പരാക്രമത്തെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് സഹിപ്പാനും കഴിയുകയില്ല. ഇപ്രകാരമുള്ള ചക്രവർത്തി ഇന്ദ്രനെ വധിപ്പാനായി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നതിനെ കണ്ടിട്ട് യാഗത്തിനായി ദീക്ഷിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ യത്നീയാശ്വവധം മാത്രമല്ലാതെ അന്യവധം യുക്തമല്ലെന്നറിഞ്ഞിട്ടും ഇങ്ങനെ പുറപ്പെടുന്നത് കഷ്ടമല്ലയോ എന്ന് പറഞ്ഞ് ഋത്വിക്കുകൾ വിരോധിച്ചു. വയം മരുത്തുന്തമിഹാർത്തനാശനം ഹൊയാമഹേ ത്വശ്രവസാഹദത്യുഷം അയാതയാമോപഹവൈസ്തമഗ്നയേ പ്രസഹ്യരാജൻ ജുഹവാമദേഹിതം. ഇന്ദ്രൻ ചെയ്യുന്ന ഉപദ്രവത്തിന് നിവാരണം എന്താണെന്നുള്ള ചിന്ത അങ്ങേക്കുണ്ടാകേണ്ട.
ധർമ്മമായ യാഗത്തിന് വിഘ്നം വരുത്തുന്ന ശത്രുവായ ഇന്ദ്രൻ്റെ ശക്തി അങ്ങയുടെ മാഹാത്മ്യത്താൽ തന്നെ ഹനിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ശക്തിയോടുകൂടിയ ഉപാഹ്വാന മന്ത്രങ്ങൾ കൊണ്ട് ഈ യാഗശാലയിൽ ഇന്ദ്രനെ വിളിച്ചു വരുത്തിയിട്ട് അഗ്നിയിൽ ബലാത്കാരേണ ഞങ്ങൾ ഹോമിച്ചുകൊള്ളാം. ഇത്യാമന്ത്ര്യ ക്രതുപതീം വിദുരസ്യർദ്വിജോരുഷ സൃഗസ്താൻ ജുഹ്വതോഭ്യേത്യ സ്വയംഭൂ പ്രത്യഷേധത. യജമാനനായ പൃഥുവിനോട് ഈ വിധം പറഞ്ഞു സമാധാനിപ്പിച്ച ശേഷം ഇന്ദ്രനെ വിളിച്ചു വരുത്തുവാനുള്ള മന്ത്രങ്ങളെ ഉച്ചരിച്ച് ദേഷ്യത്തോടുകൂടി ഹോമദ്രവ്യത്തെ എടുത്ത് അഗ്നിയിൽ ആഹൂതി ചെയ്യുവാനുള്ള പാത്രങ്ങളെ കയ്യിൽ ധരിച്ചുകൊണ്ട് ഹോമിക്കുന്ന പൃഥുവിൻ്റെ ഋത്വിക്കുകളുടെ സമീപത്ത് ഹേ വിതുര ബ്രഹ്മദേവൻ വന്ന് വിരോധിച്ചു. നവദ്യോ ഭവതാമിന്ദ്രോ യദ്യജ്ഞോ ഭഗവത്തനുഹു യജിങ്കാം സദസ് യത്നേന യസ്യേഷ്ടാസ്തനവസുരാഹ. യാഗത്തെ സംരക്ഷിപ്പാനായിട്ട് നിങ്ങൾ ആരെ ഹിംസിപ്പാൻ വിചാരിക്കുന്നുവോ ആ ഇന്ദ്രനെ വധിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുകയില്ല. വധിക്കുന്നത് യുക്തവുമല്ല. സാധിക്കാതിരിപ്പാൻ കാരണം എന്തെന്നാൽ ഇന്ദ്രൻ യാഗഫലങ്ങളെ യജമാനന്മാർക്ക് നൽകുന്ന ഭഗവാന്റെ അവതാരമാകുന്നു. അതുകൊണ്ട് വധം സാധ്യമല്ല, വധം യുക്തവുമല്ല. എന്തുകൊണ്ടെന്നാൽ യാഗത്താൽ പൂജിക്കപ്പെടുന്ന സകല ദേവന്മാരും ഇന്ദ്രൻ്റെ അവയവഭൂതന്മാരാകുന്നു. ഇന്ദ്രനെ വധിച്ചാൽ സകല ദേവന്മാരെയും വധിച്ച ഫലമായി. ദേവാഭാവത്തിൽ യാഗങ്ങൾ തന്നെ ലോകത്തിൽ ഇല്ലാതെയാകും. യാഗരക്ഷയ്ക്കായി ഒരുങ്ങുന്ന നിങ്ങൾ യാഗഹിംസകന്മാരായിട്ട് കലാശിക്കും. അങ്ങനെ വരുന്നത് യുക്തമല്ലല്ലോ. തദിദം പശ്യത മഹത് ധർമ്മം വ്യതികരം ദ്വിജാഹ ഇന്ദ്രേണാനുഷ്ഠിതം രാജ്ഞഃ കർമ്മൈതദ്വിജിഗാം സദാ. ഹേ ബ്രാഹ്മണരെ, നിങ്ങളുടെ പ്രവൃത്തി ആലോചനാപൂർവമായിരിക്കേണ്ടതല്ലയോ? രാജാവിൻ്റെ ഈ യാഗകർമ്മത്തെ വിരോധിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇന്ദ്രൻ എത്ര പാകണ്ഡന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നു നോക്കുവിൻ. ധർമ്മകർമ്മത്തെ നശിപ്പിക്കുന്ന ഈ സംഘം ലോകത്തിൽ വർദ്ധിച്ചാൽ യാഗകർമ്മം തന്നെ ഇല്ലാതെയാകുമല്ലോ. ഇത്രത്തോളം പ്രബലനായ ശത്രുവാണ് ഇന്ദ്രൻ എന്നാലോചിക്കാതെ പ്രവർത്തിക്കുന്നത് യുക്തമോ? പൃഥുകീർത്തെ പൃഥോർഭൂയാത്തർഹ്യേകോ നഃശതക്രതുഃ അലം തേ ക്രതുഭിസ്വിഷ്ടൈർ യദ്ഭഗവാൻ മോക്ഷധർമ്മവിദ്. ഇന്ദ്രൻ യാഗവിഘ്നം ചെയ്യുന്നതിന് നിവൃത്തി എന്താണെന്നാലോചിക്കുന്ന ഋത്വിക്കുകളോട് പറയുന്നു. ഇപ്പോൾ ലോകത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന കീർത്തിയോടുകൂടിയ പൃഥുവിന് ഒന്നുകുറയെ 100 യാഗം പൂർത്തിയായിട്ടുണ്ടല്ലോ, അതുമതി. അതുകൊണ്ട് അപകീർത്തി ഉണ്ടാകുകയില്ല. ഹേ രാജൻ, ഈ യാഗങ്ങൾ കൊണ്ട് അങ്ങയ്ക്ക് എന്താ ബലം? സ്വർഗം ആഗ്രഹിക്കുന്നവർക്കല്ലേ യാഗം കൊണ്ട് ബലമുള്ളൂ. അങ്ങയുടെ ആഗ്രഹം നിരതിശയാനന്ദ പ്രാപ്തിരൂപമായ മോക്ഷത്തിലാണല്ലോ. അതിനു വേണ്ടുന്ന ധർമ്മം അങ്ങയ്ക്കു തന്നെ അറിയാം. അതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് വിരമിക്കുക. നൈവാത്മനേ മഹേന്ദ്രായ രോഷമാഹർത്തുമർഹസി ഉപാവഭിഹി ഭദ്രം തേ ഉത്തമ ശ്ലോക വിഗ്രഹോ. ഹേ രാജൻ, അങ്ങയുടെ സ്വരൂപമായി തന്നെ ഇരിക്കുന്ന ഇന്ദ്രൻ്റെ നേരെ കോപിക്കുന്നത് യുക്തമല്ല. നിങ്ങൾ രണ്ടുപേരും ശ്രീഹരിയുടെ അംശസംഭവന്മാരാകുന്നു. ഒരു യാഗത്തിൻ്റെ കുറവ് കൊണ്ട് അങ്ങയ്ക്ക് ഹാനിയില്ല. എൻ്റെ അനുഗ്രഹത്താൽ അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. മാസ്മിൻ മഹാരാജ കൃതാസ്മചിന്താം നിശാമയാസ്മദ്വജ ആധൃതാത്മാ യദ്ധ്യായതോ ദൈവഹതം नु കർത്തൃം മനോതിരുഷ്ടം വിശദേ തമോന്തം. ഹേ മഹാരാജാവേ, 100ാമത്തെ യാഗം മുടക്കിയല്ലോ എന്നുള്ള വിചാരം അങ്ങയ്ക്ക് ഉണ്ടാകാതിരിക്കണം. ദൈവസമ്മതമില്ലാത്തതിനെ ചെയ്യുവാൻ സിദ്ധാന്തിച്ചു പുറപ്പെടുന്ന ഒരുവൻ്റെ മനസ്സ് കോപാദി ദോഷവൃത്തികൾ നിമിത്തം യുക്തായുക്ത വിചാരം ചെയ്യുവാൻ സമർത്ഥമല്ലാതെ അപകടത്തിൽ പ്രവേശിപ്പിക്കും. അതിനാൽ ഞങ്ങൾ പറയുന്നതിനെ സാദരം അംഗീകരിച്ചു കൊള്ളുക. ക്രതുർവിരമതാമേഷ ദേവേഷു ദുരവഗ്രഹഃ ധർമ്മവ്യതികരോ യത്ര പാകണ്ഡൈരിന്ദ്രനിർമ്മിതൈഃ. മോക്ഷത്തിന് ആഗ്രഹിക്കുന്ന അങ്ങയ്ക്ക് കർമ്മം കൊണ്ട് ബലമില്ലാത്തതിനാലും ഈ കർമ്മം നിമിത്തം അനർത്ഥം നേരിടുന്നതിനാലും ഈ യാഗത്തെ നിർത്തുക. യാഗം മുടക്കുന്ന ഇന്ദ്രനെ അതിൽ നിന്ന് വിരോധിക്കരുതോ എന്ന് വിചാരിക്കേണ്ട. രജോ ഗുണത്തിൻ്റെ ആധിക്യം നിമിത്തം ദേവന്മാർക്കുള്ള ആഗ്രഹം അടക്കുവാൻ സാധിക്കാത്ത വിധം അത്ര അധികരിച്ചിരിക്കുന്നതാകുന്നു. അങ്ങും അതേവിധം സിദ്ധാന്തമായി പുറപ്പെട്ടാൽ ഇന്ദ്രൻ സൃഷ്ടിക്കുന്ന പാകണ്ഡന്മാർ ലോകത്തിൽ വളരെ വർദ്ധിക്കും. അവർ ധർമ്മകർമ്മത്തെ നിർമൂലം നശിപ്പിക്കുകയും ചെയ്യും. ഏഭിരിന്ദ്രോപസംസൃഷ്ടൈഃ പാകണ്ഡൈർഹാരിഭിः ജനം ഹ്രീയമാണം വിചക്ഷ്വൈനം യസ്തേ യത്നദൃഗശ്യമുഡ്.
അങ്ങയുടെ യാഗം മുടക്കുവാനായി കുതിരയെ മോഷ്ടിക്കുന്ന ഇന്ദ്രൻ അതുമാത്രമല്ല ചെയ്യുന്നത്. ആ ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെടുന്ന പാഗണ്ഡന്മാർ അവരുടെ പേശല വാക്കുകൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിലുള്ള കർമ്മശ്രദ്ധയെ നിശേഷം നശിപ്പിക്കുകയും തന്മൂലം ലോകത്തിൽ യാഗകർമ്മത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുവാൻ പരിശ്രമിക്കുന്നതിനെ നന്നായി നോക്കുക. ഭവാൻ പരിത്രാതുമിഹാവതീർണോ ധർമ്മം ജനാനാം സമയാനുരൂപം വേനാപചാരാദവലുപ്തമദ്യ തദ്ദേഹദോ വിഷ്ണു കലാസി വൈന്യ. അങ്ങയുടെ പിതാവായ വേനൻ്റെ അപനയം നിമിത്തം ജനങ്ങളുടെ ശ്രേയസ്സിന് ഉപകരിക്കുന്ന ശാസ്ത്രോക്തമായ ധർമ്മം ഈ ലോകത്തിൽ നശിച്ചുപോയതിനെ സംരക്ഷിപ്പാൻ വേണ്ടിയിട്ട് അവൻ്റെ മൃതശരീരത്തിൽ നിന്ന് വിഷ്ണുവിൻ്റെ അംശത്തോടുകൂടെ അവതരിച്ചിരിക്കുന്ന ഭവാൻ ധർമ്മവിരോധികളായ പാഗണ്ഡന്മാരെ സൃഷ്ടിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ഇന്ദ്രനോടുകൂടെ മത്സരിപ്പാൻ ഭാവിക്കുന്നത് അവതാര പ്രയോജനത്തിന് വിരോധമായ പ്രവൃത്തിയാകുന്നു. സത്വം വിമൃശ്യാസ്യ ഭവം പ്രജാപതേ സങ്കൽപ്പനം വിശ്വസൃജാം പിബീപ്രിഹി ഐന്ദ്രീം ജമായാം ഉപധർമ്മമാതരം പ്രചണ്ഡപാകണ്ഡപദം പ്രബോജഹി. പ്രജകളെ പരിപാലിപ്പാൻ സമർത്ഥനായിരിക്കുന്ന ഒരു മഹാരാജാവ് ഉണ്ടാവണമെന്ന് ഭൃഗ്വാദികളായ പ്രജാപതികളുടെ സങ്കല്പം നിമിത്തം വിഷ്ണുവംശമായി അവതരിച്ചിരിക്കുന്ന അങ്ങ് പ്രജകളുടെ അഭിവൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കണം. അവരുടെ സങ്കല്പത്തെ പൂർത്തിയാക്കണം. ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പാഗണ്ഡന്മാർ അധർമ്മം വർദ്ധിപ്പിക്കുവാൻ ചെയ്യുന്ന പരിശ്രമത്തെ നശിപ്പിക്കുകയും വേണം. ഇതുതന്നെ അവതാര പ്രയോജനത്തെ സാധിപ്പിക്കുന്ന പ്രവൃത്തി. മൈത്രേയ ഉവാച. ഇത്തം സലോകഗുരുണ സമാദിഷ്ടോ വിശാംബതിഃ തഥാച കൃത്വാ വാത്സല്യം മഘോനാഭിജസന്തതേ. മൈത്രേയർ പറഞ്ഞു, ലോകപൂജ്യനായ ബ്രഹ്മാവിൻ്റെ ഇപ്രകാരമുള്ള ഉപദേശത്തെ അംഗീകരിച്ച രാജാവ് ആ വിധം ചെയ്തു. സന്മാർഗത്തെ ഉപദേശിച്ചതിൽ വാത്സല്യത്തെ പ്രകാശിപ്പിച്ചു. ഇന്ദ്രനോട് സന്ധിക്കുകയും ചെയ്തു. കൃതാവഭൃതസ്നാനായ പൃഥവേ ഭൂരി കർമ്മണേ വരാന്തദുസ്തേ വരത ഏ തദ്ബർഹിഷി തർപ്പിതാഹ. 99 യാഗങ്ങൾ എന്നത് എത്രയോ അധികരിച്ച കർമ്മമാകയാൽ അത്ര മഹൽ കർമ്മങ്ങളാൽ അഗ്നിയിൽ ഹോമിച്ചു സന്തോഷിച്ച ദേവന്മാർ കർമ്മസമാപ്തി വരുത്തുന്നതായ അവഭൃതസ്നാനം ചെയ്ത പൃഥുവിന് അഭീഷ്ടവരങ്ങളെ കൊടുത്തു. വിപ്രാ സത്യാശിഷസ്തുഷ്ടാഃ ശ്രദ്ധയാ ലബ്ധദക്ഷിണാഃ ആശിഷോ യുയുജുക്ഷത്തഃ ആദിരാജായ സത്കൃതാഃ. ശ്രദ്ധാപൂർവം അധികരിച്ച ദക്ഷിണകളാൽ സൽക്കരിച്ചതുകൊണ്ട് സന്തുഷ്ടന്മാരും ആശീർവദിച്ചാൽ സത്യമായി ബലിക്കത്തക്ക വിധം സഭശക്തിയുള്ളവരുമായ ബ്രാഹ്മണർ ആദിരാജാവായ പൃഥുചക്രവർത്തിയെ ആശീർവദിച്ചു. ത്വയാ ധൃതാ മഹാബാഹോ സർവ്വയേവ സമാഗതാഃ പൂജിതാ ദാനമാനാഭ്യാം പിതൃദേവർഷിമാനവാഃ. ഹേ മഹാബാഹുവായ മഹാരാജാവേ, ഈ സത്രത്തിൽ വന്നിരിക്കുന്ന പിതൃക്കൾ, ദേവന്മാർ, ഋഷികൾ, മനുഷ്യർ എന്ന സർവരെയും ദാനമാനാദികളാൽ അങ്ങ് സാദരം പൂജിച്ചിരിക്കുന്നുവെന്ന് എല്ലാവരും പറഞ്ഞു. 19-ാമത്തെ അധ്യായം സമാപിച്ചു. 20-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.